സ്മൃതി പരുത്തിക്കുരുവിൻ്റെ വാർത്താ അവതരണത്തിൻ്റെ ഒരു കലക്കൻ ട്രോൾ എത്തിയിട്ടുണ്ട്. ഇതേ കണ്ടേ. പാലക്കാട് വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിലെ ഗംഭീര വിജയത്തിനും ചേലക്കരയിലെ മോശമല്ലാത്ത വോട്ട് നിലയിലുമുണ്ടായ സന്തോഷത്തിന് വലിയ ആയുസ്സുണ്ടായില്ല. ജയിച്ചാൽ പാർട്ടി, തോറ്റാൽ എന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ വി ഡി സതീശന്റെ മുന്നേറ്റം ചിലരെയൊക്കെ അസ്വസ്ഥപ്പെടുത്തി. അവർ പതുക്കെ തലപൊക്കി തുടങ്ങി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നേരിടേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. 31 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം പോരല്ലോ. താഴെത്തട്ടിൽ പാർട്ടിയുണ്ടോ? ചേലക്കരയിൽ അവസാന മാസം 171 ബൂത്തുകൾ പുനഃസംഘടിപ്പിച്ചിട്ട് വിജയിക്കാനായില്ലെന്ന അനുഭവമുണ്ട്. താഴെത്തട്ടിൽ, ബൂത്തിൽ, വാർഡിൽ അവിടെയൊക്കെ പ്രചാരണത്തിന് നന്നായി പ്രവർത്തിക്കുന്നവരുടെ നിരയുണ്ടാക്കണം. ഓടി നടന്ന് പാർട്ടിയെ ഉണർത്താൻ ആരോഗ്യമുള്ള അധ്യക്ഷനുണ്ടാകണം. അത് കെ സുധാകരൻ എന്ന നേതാവിനെതിരായ എതിർപ്പല്ല എന്ന് പക്ഷമില്ലാത്തവർ പറയുന്നു. വിഡിക്കെതിരെ ചാണ്ടി ഉമ്മന്റെ വരവും സുധാകരനെ പിന്തുണച്ചുള്ള ശശി തരൂരിന്റെയും കെ മുരളീധരന്റെയും പ്രതികരണവും യാദൃശ്ചികമാണോ? ആരുണ്ടാക്കിയതാണെങ്കിലും ഗംഭീരമാണെന്ന് പറയാതെ വയ്യ. ഇടയ്ക്കിടയ്ക്ക് സ്മൃതീശബാധ കയറുന്ന പരുത്തിക്കുരു വാർത്താ അവതാരക എന്നുള്ള നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ആ ട്രോൾ തെളിയിക്കുന്നുണ്ട്. മാധ്യമ മേഖലയിലെ പെൺ സതീശൻ അഥവാ സതീശ കോളാമ്പി എന്ന് വേണമെങ്കിലും നമുക്കിവരെ വിളിപ്പേരിടാം. അത് വെറുതെ അല്ല. മാധ്യമ മേഖലയിൽ എത്രയോ വനിതകൾ ജോലി ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് ഒരാളുടെ പേരിൽ മാത്രം ഇങ്ങനെ ആരോപണം ഉയർന്നു വരുന്നു?